ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേർന്നത്. മധു, ഈ എക്സിൽ പങ്കുവച്ച വാർത്താക്കുറിപ്പിലാണ് ഈ തീരുമാനം ബൈഡൻ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ, ഒരു വിശദമായ പ്രസ്താവന വൈകാതെ ഉണ്ടാകും എന്നുകൂടി ബൈഡൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ആരായിരിക്കും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന ബൈഡൻ നൽകുന്നുണ്ടോ? പ്രജിൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബൈഡന്റെ ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം കമലാ ഹാരിസിന്റെ ഈ നല്ല പ്രവർത്തനത്തിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ബൈഡന്റെ രണ്ടാമത്തെ പ്രസ്താവന വന്നിരിക്കുകയാണ്. കമലാ ഹാരിസിനെ ജോ ബൈഡൻ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് കമലാ ഹാരിസിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ജോ ബൈഡൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 19 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ വെച്ച് കമലാ ഹാരിസിനെ തെരഞ്ഞെടുക്കണം. കമലാ ഹാരിസിനെ മാത്രമേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാൻ പറ്റൂ എന്നാണ് ബൈഡൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ബൈഡൻ പറയുന്നത് അദ്ദേഹം പ്രസിഡന്റായിട്ട് മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം എടുത്ത തീരുമാനം തന്റെ വൈസ് പ്രസിഡന്റായിട്ട് കമലാ ഹാരിസിനെ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമലാ ഹാരിസിന് എന്തുമാത്രം പ്രാധാന്യം ജോ ബൈഡൻ കൊടുക്കുന്നു എന്നാണ് ഈ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. തന്നെയുമല്ല, ആദ്യത്തെ പ്രസ്താവനയുടെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ പ്രസ്താവന വന്നത് തന്നെ ഈ വിഷയം മറ്റേതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ കൂടിയായിരിക്കാം. പ്രജിൻ, തീർച്ചയായിട്ടും ബൈഡൻ ഹാരിസ് എന്ന രീതിയിലത്തെ ഒരു ക്യാമ്പയിൻ കൂടി എക്സിലൂടെ അദ്ദേഹം തുടക്കമിട്ടുണ്ട്. ഡൊണേറ്റ് ടു ഇലക്ട് കമലാ ഹാരിസ് എന്ന് കൃത്യമായി ബൈഡൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ആൻഡ് ഇഫ് യു ആർ വിത്ത് അസ് ഡൊണേറ്റ് ടു ഹെർ ക്യാമ്പയിൻ ഹിയർ എന്നൊരു പ്രസ്താവന കൂടി ഇപ്പോൾ എക്സിൽ ജോ ബൈഡൻ പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായി അടുത്ത സ്ഥാനാർത്ഥി കമലാ ഹാരിസ് ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി ബൈഡൻ പുറത്തിറക്കുകയാണ്. മൈ ഫെലോ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി രണ്ടാമത്തെ എക്സ് പോസ്റ്റിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുവൈറ്റിലെ അബ്ബാസിയയിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം സഭാ ആശുപത്രിയിൽ 4 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരുന്നു. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മാത്യു എബ്രഹാം, ഭാര്യ ലീനി എബ്രഹാം, മക്കളായ ഐസക് എബ്രഹാം, ഐറിൻ എബ്രഹാം എന്നിവരാണ് കഴിഞ്ഞ 20-ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. മൃതദേഹം നാളെ രാവിലെ 9 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച നടക്കും. ദുബായിൽ വിമാനയാത്രക്കാർക്ക് മുൻകൂട്ടി തങ്ങളുടെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സൗകര്യമേർപ്പെടുത്തി താമസ കുടിയേറ്റ വകുപ്പ്. GDRFയുടെ വെബ്സൈറ്റിൽ പുതിയ സേവനം അവതരിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. വിമാനത്താവളങ്ങളിൽ തിരക്കിൽപ്പെടാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സ്മാർട്ട് ഗേറ്റിലൂടെ സാധിക്കും. തിരക്കേറിയ സമയങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാനും പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി വളരെയേറെ സമയം കാത്തിരിക്കേണ്ടി വരാറുണ്ട്. വിമാനത്താവളങ്ങളിലെ സ്മാർട്ട് ഗേറ്റുകളിൽ യാത്ര ചെയ്താൽ ഇത് ഒഴിവാക്കാനും എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. ഇതിനായി യാത്രയ്ക്ക് മുൻപ് തന്നെ ഓരോരുത്തർക്കും സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാവുന്ന സംവിധാനമാണ് GDRFA അവതരിപ്പിച്ചിരിക്കുന്നത്. എൻക്വയറി ഫോർ സ്മാർട്ട് രജിസ്ട്രേഷൻ എന്ന പേരിലുള്ള പുതിയ സേവനം ഉപയോഗിച്ച് യാത്രക്കാർക്ക് അവരുടെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എളുപ്പത്തിൽ പരിശോധിക്കാനും സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പാക്കാനും സാധിക്കും. GDRFA വെബ്സൈറ്റ് സന്ദർശിച്ച് സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ പരിശോധനാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാസ്പോർട്ട് നമ്പറോ വിസ നമ്പറോ എമിറേറ്റ്സ് ID വിവരങ്ങളോ നൽകി എളുപ്പത്തിൽ സേവനം ഉപയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാർക്ക് സൗജന്യമായാണ് പുതിയ സേവനം ഉപയോഗപ്പെടുത്താനാവുക എന്നും അധികൃതർ അറിയിച്ചു. UAE പൗരന്മാർ, GCC പൗരന്മാർ, ദുബായ് റെസിഡന്റ് വിസ ഉടമകൾ എന്നിവർക്കാണ് സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കാനാവുക. 24 ദുബായ്. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നടൻ ആസിഫ് അലിക്ക് ദുബായിൽ നിന്ന് വേറിട്ട പിന്തുണ. നടന് ആദരം പ്രകടിപ്പിച്ച് ആഡംബര നൗകയ്ക്ക് ആസിഫ് അലി എന്ന പേര് നൽകി. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നൗകയുടെ പേര് മാറ്റിയത്. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ആസിഫ് അലി തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തതിലുള്ള ആദരവ് പ്രകടിപ്പിച്ചാണ് ദുബായിൽ ആഡംബര നൗകയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നൗകയുടെ പേര് മാറ്റിയത്. മുൻപുണ്ടായിരുന്ന പേര് മാറ്റി ബോട്ടിന് ആസിഫ് അലി എന്ന പേര് നൽകിക്കഴിഞ്ഞു. ബോട്ടിന്റെ രജിസ്ട്രേഷൻ ലൈസൻസിലും പേര് മാറ്റും. പല നിലയിൽ വഷളാകുമായിരുന്ന വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്ത ആസിഫ് അലി എല്ലാവർക്കും മാതൃകയാണെന്ന് D3 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു. വിഷയം വർഗീയമായടക്കം ആളുകൾ കൈകാര്യം ചെയ്തപ്പോൾ ആസിഫ് അലി എടുത്ത നിലപാട് നിർണായക ഘട്ടങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കാണിച്ചു തന്നുവെന്നും ഷഫീഖ് കൂട്ടിച്ചേർത്തു.
വാട്ടർ ടൂറിസം മേഖലയിൽ മലയാളികളുടെ നേതൃത്വത്തിലുള്ള പ്രധാന കമ്പനിയായ D3 നേരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ മറീനയിൽ ബോട്ട് പരേഡ് ഉൾപ്പെടെ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 24 ദുബായ്. ഫൊക്കാനയുടെ 21ാമത് കൺവെൻഷൻ സമാപിച്ചു. ഡോക്ടർ സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഡെലിഗേറ്റ്സ് ആണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. കേരളത്തിനുള്ള സഹായങ്ങൾക്ക് ഫൊക്കാനയ്ക്ക് നന്ദി പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് MP അത് തുടരുകയും നാടുമായുള്ള ബന്ധം മുറിയാതെ സൂക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അമേരിക്കയുടെ യുവതലമുറ മുഖ്യധാരാ രാഷ്ട്രീയത്തിലൂടെ ക്യാപിറ്റോൾ ഹില്ലിൽ ഇടം പിടിക്കണമെന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തിയ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രശസ്ത ഗായകൻ വിവേകാനന്ദ സംഗീതോത്സവത്തോടെ 3 ദിവസം നീണ്ടുനിന്ന കൺവെൻഷൻ സമാപിച്ചു. 24 USA. സൗദിയിലെ OICC തബൂക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. അൽ അറബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോളി കുര്യൻ അധ്യക്ഷനായി. OICC നാഷണൽ കമ്മിറ്റി മെമ്പർ ലാലു ഷൂർനാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റിജേഷ് നാരായണൻ സ്വാഗതവും ഷജീർ വാഴപ്പണിയിൽ നന്ദിയും പറഞ്ഞു. നൌഷാദ് കരുനാഗപ്പള്ളി, സുലൈമാൻ കൊടുങ്ങല്ലൂർ, KMCC ജനറൽ സെക്രട്ടറി ഫസൽ എടപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബഹ്റൈൻ OICC അനുസ്മരിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനനായകനും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന ചടങ്ങ് കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന, സമ്മേളനം എന്നിവയും ഒരുക്കിയിരുന്നു. സർവമത പ്രാർത്ഥനയ്ക്ക് നവഭാരത് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ B നാരായണൻ, ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി വികാരി റവറന്റ് ഫാദർ ജോൺസ് ജോൺസൺ, OICC വൈസ് പ്രസിഡന്റ് ചെമ്പൻ ജലാൽ എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണ സമ്മേളനത്തിൽ OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു. OICC ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, ബഹ്റൈൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, സമസ്ത പ്രസിഡന്റ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ, സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറന്റ് ഫാദർ സുനിൽ കുര്യൻ, KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ PV ചെറിയാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC നേതാക്കൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. നിരവധി പേർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് സംസാരിച്ച സമ്മേളനം OICC നേതാക്കൾ നിയന്ത്രിച്ചു. 24 ബഹ്റൈൻ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ നാളെയും തുടരും. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തെങ്കിലും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. ഗംഗാവലി പുഴയിലെ മൺകുനയിൽ വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്തമേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ರೆಸ್ಕ್ಯೂ ಆಪರೇಷನ್ಗೆ SDRF ನಿಂದ 44 ಜನ ಮತ್ತು NDRF ನಿಂದ 24 ಜನ ಮತ್ತು ಇವತ್ತು ಮಿಲಿಟರಿಯಿಂದಲೂ ಕೂಡ ಬಂದಿದ್ದಾರೆ. 44 ಜನ ಮಿಲಿಟರಿಯವರು ಕೂಡ ಬಂದಿದ್ದಾರೆ. A1 ನಿಂದ ನೇವಿನವರು ಅಸಿಸ್ಟ್ ಮಾಡ್ತಾರೆ. ಅವತ್ತಿನಿಂದ ಇವತ್ತಿನವರೆಗೆ ಕ್ಲಿಯರೆನ್ಸ್ ಮಾಡ್ತಕ್ಕಂಥ 7 ಡೆಡ್ ಬಾಡೀಸು ಈಗಾಗಲೇ ರಿಕವರ್ ಆಗಿದ್ದಾವೆ. ಅದರಲ್ಲಿ ವಾಹನಗಳು ಕೂಡ ಸಿಕ್ಕಾಕೊಂಡಿದ್ದಾವೆ. ദുരന്തമേഖലയിലെ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. സൈന്യം എത്തിയതോടെ തെരച്ചിൽ വേഗത്തിലാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുനായുള്ള തെരച്ചിൽ 6ാം ദിനം പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ശുഭവാർത്തയ്ക്ക് കാതോർക്കുകയാണ് കുടുംബം. അർജുന്റെ ഗ്രാമമായ കണ്ണാടിക്കലും അവന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. രക്ഷാദൗത്യം വൈകുന്നതിനെതിരെ തൃശൂരിൽ ലോറി ഉടമകളും പ്രതിഷേധിച്ചു. കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട്
അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നതിനോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നേരിക്കാണുന്നതിനോ നമ്മുടെ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. സർക്കാർ എല്ലാ ഇടപെടലും നടത്തുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അതിനെല്ലാവരും യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇനിയൊരു വൈകൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാകരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. തിരുവനന്തപുരം അയിരൂരിലെ രാജീവിന്റെ വീട്ടിൽ KSEB ജീവനക്കാർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഇപ്പോൾ രാജീവിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അല്പസമയം മുൻപ് തർക്കം നിലനിന്നിരുന്നു. എന്താണ് ഇത്രമാത്രം ഇത് വൈകാൻ കാരണമെന്ന് സംബന്ധിച്ച് ന്യായീകരണം ജീവനക്കാർ നിരത്തിയപ്പോഴാണ് അവിടെ നാട്ടുകാരൊക്കെ തന്നെ പ്രതിഷേധിച്ചത്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? പ്രതി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്, അതായത് വെട്ടമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 48 മണിക്കൂറുകളോളം ഉണ്ടായിരുന്ന നീണ്ട ഒരു പോരാട്ടമാണ് KSEBയുമായി. ഇക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കടക്കം ഒടുവിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കാം. അതായത് ഇപ്പോൾ KSEB ജീവനക്കാർ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഒരു വരാത്ത കാര്യം പറഞ്ഞാൽ വയർ ഡാമേജ് ആയോ, മറ്റേ ഈ വയർ കത്തിയതിൻ്റെ പേരിലുള്ള ഡാമേജ് ആയിരിക്കും. അത് നാളെ നോക്കിയാൽ പറയാൻ പറ്റും. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വയറിൽ തന്നെ ഇന്നലെ എങ്ങനെ കത്തി എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. മീറ്റർ ബോർഡ് മൊത്തം മീറ്റർ കട്ടൗട്ടർ പീസ് കത്തി, മെയിൻ എല്ലാം ന്യൂട്രൽ ലിങ്ക് കത്തി, മെയിൻ ബോർഡെല്ലാം കത്തിയ സമയത്ത് ഈ വയറിൽ പോസ്റ്റ് സർവീസ് വയർ ഈ നമ്മളെ നമ്മളെ ലോഡ് കൊണ്ടും ഉണ്ടാവും. ഒരു വീട്ടിൽ 1000 വാൾസിന്റെ സ്ഥാനത്ത് 10000 വാൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കത്തും. പറഞ്ഞേക്ക് അങ്ങനെയും കത്തും. ലോഡിന്റെ അടിസ്ഥാനത്തിൽ ക്രമേണ കത്തും. നമ്മളിപ്പോൾ 1000 വാൾസിന്റെ ലൈറ്റ് വയറിങ് ചെയ്ത് 1000 വാൾസിന്റെ വയറിങ് ചെയ്തിട്ട് മനസ്സിലായില്ലേ? ലോഡ് അപ്പോൾ പരിശോധിക്കാൻ കത്തിക്കിടക്കുമ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഡ് ഇങ്ങനെ പരിശോധിക്കാൻ പറ്റും. ഇന്ന് വയർ പരിശോധിച്ചിരിക്കില്ല. വന്നവർ പറഞ്ഞത് നിങ്ങൾ ഇതിനെ വയറിംഗ് കംപ്ലീറ്റ് കട്ടൗട്ടർ പീസ് ഇരിക്കില്ല, 3 പീസ് കത്തിപ്പോയില്ലേ? അതായിരിക്കും ഇപ്പം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കട്ടൗട്ടർ പീസ് മെയിൻ ബോർഡ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പീസ് 3 പോയി, ന്യൂട്രൽ ലിങ്ക് പോയി, അതിന്റെ വയറെല്ലാം കത്തിപ്പോയി. അതിനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ യാതൊരു നിമിഷം കറണ്ട് കൊടുക്കാമെന്ന് ഇന്നലെ വന്നവരും പറഞ്ഞു പോലെ ഇന്ന് വന്നവരും പറഞ്ഞു. സർവീസിന്റെ കത്തിയൊന്നും ഇല്ല. അത് വന്ന് കാണിച്ചു തരാം. കത്തിയതല്ല, ഒരു വയറിന്റെ ഭാഗം ഒരു തന്നെ അതിപ്പം പെട്ടെന്ന് ഇട്ടത് ഒരു പൈസിന്റെ ഒരു എൻഡിൽ 3 പൈസ എന്ന് പറഞ്ഞാൽ 3 പൈസ ഒരു ന്യൂട്രലും പറഞ്ഞാക്കണം 2 അവിടെ ഞാൻ പറഞ്ഞ 3 പൈസ കണക്ഷൻ വരും, 2 പേർ വരും, 4 പേർ വരും, ഒരു ന്യൂട്രലും 3 പൈസും വരും. 3 പൈസയിൽ ഇപ്പം 2 പൈസ ന്യൂട്രൽ നേരത്തെ വയറിൽ ഉണ്ട്. അതിൽ ഒരു പൈസയുള്ള വയറിൽ വന്നില്ല, സപ്ലൈ വരാത്തുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അത് വയർ ഡാമേജ് വരുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സർവീസ് ഒരിടത്ത് ഇവിടെ വരുമ്പോൾ പല കാരണം കൊണ്ടും വയറിന്റെ ഇടയ്ക്ക് ഡാമേജ് വരും. മനസ്സിലായില്ല? അപ്പം നമ്മൾ സാധാരണ ചിലർ ജോയിന്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ 2 ജോയിന്റിൽ കൂടുതലുണ്ടെങ്കിൽ പുതിയ വയറിട്ട് കൊടുക്കും ഞങ്ങൾ. മറ്റേ ഇപ്പം ഒരു ജോയിന്റാണ് ഇവിടെയാണ് ഡാമേജ്, വയർ എന്തെങ്കിലും ഇട്ടേക്കാൽ അവിടെ നമ്മൾ ജോയിന്റ് ചെയ്ത് ടാപ്പ് ഇട്ട് കൊടുക്കും. അതേപോലെ നമ്മളിപ്പം നോക്കാൻ പറ്റും, രാത്രി ആയിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു വയറിട്ട് കൊടുത്തത്. നമ്മളിപ്പോൾ ചെയ്ത പണി ഇന്നലെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം വൈകിട്ട് വരെ ചെയ്യാൻ പറ്റും. പീസ് കത്തി എറിഞ്ഞിരിക്കുന്ന പറഞ്ഞാക്കണം. പീസ് നിങ്ങളെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയാൽ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലിയർ ആക്കി തരാൻ പറ്റും. വൈകിട്ടൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് വൈകിട്ട് പറഞ്ഞത് രാവിലെ വന്ന് ഏയും ആൾക്കാർ വന്ന് പറഞ്ഞത് നിങ്ങൾ ഈ മെയിൻ ബോർഡ് പണി പൂർത്തിയാക്കി വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും നിങ്ങൾക്ക് കറണ്ട് തരാം. ഇപ്പോൾ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫീസ് വെച്ചെന്നുള്ള കാര്യം അറിഞ്ഞു. ഇവിടെ ഒരു മോള് എക്സിക്യൂട്ടീവ് പറഞ്ഞ മുകളിലോട്ട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ പണി ഇവിടെ പറഞ്ഞില്ല, നമ്മൾ സെഷൻ ഓഫീസിൽ പറഞ്ഞില്ല. മോൾ സാധാരണ ഒരു കംപ്ലൈന്റ് ഒരു പരാതി വരും. ആ പരാതി നിങ്ങൾ ഇന്നലെ രാത്രി പരിശോധന നടത്തി. തുടർന്ന് ആ വീട്ടിലെ പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം രാവിലെ ഉണ്ട്. ആ പരിശോധന രാവിലെ നടത്തി. അതാണ് ഇന്നലെ രാത്രി വന്നവർ ആദ്യം പറയാം. ഇന്നലെ രാത്രി വന്നവര്
ാണ് അവിടെ ഇത് വന്നത്. അപ്പൊ അവിടെ ഓവർസിയർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വീട് കൺസ്യൂർ നമ്പർ ഇത്രയിൽ ഒരു വീട് അവർ ജീപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബൈക്കിൽ വന്ന് ആദ്യം എന്ത് ഇവിടെ ഡിസ്കണക്ട് ചെയ്ത് നമ്മളെ അത് പണിക്ക് പോയാലും ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യും, നമ്മൾ അപകടം ഒഴിവാക്കുക. അതുപോലെ അപകടം ഒഴിവാക്കിയതിന് ശേഷമാണ് രണ്ടാമത് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്, ഈ കൺസ്യൂമർ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ കൺസ്യൂമർ തന്നിട്ടേ പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷയമായത്. അതൊന്നും ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞത് ഇങ്ങനെ അറിഞ്ഞത്. അത് പിന്നെ പോലീസ് പോയി. ഒറ്റ കാര്യം ചോദിച്ചു, ഈ പോസ്റ്റിൽ നിന്ന് മീറ്റർ വരെയുള്ള ഉത്തരവാദിത്തം KCBക്ക് KCBക്ക് വയറിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അവര് ആ വയറിന്റെ അറ്റഭാഗം കത്തിയിരിക്കുന്നു എന്ന് ചേട്ടൻ അല്പസമയം മുമ്പ് കത്തിയില്ല, ഒരു നീഡിൽ സപ്ലൈ വരണമെന്നാണ് പറഞ്ഞത്. കത്തിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു നീഡിൽ സപ്ലൈ അത് തന്നെ അത് ഈ സർവീസ് വയറിന്റെ തുമ്പത്ത് വരുന്നില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെ പരിഹരിക്കേണ്ടത്. അത് ഈ പരിഹരിക്കാൻ വേണ്ടി ഒരു അത് ഇപ്പോഴേ നമ്മൾ വന്ന് ഇപ്പൊ കട്ടൗട്ടർ പീസും കാര്യങ്ങൾ മെയിൻ ബോർഡും ക്ലിയർ ആക്കി വെച്ചാൽ മാത്രമേ കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായി? ചുമ്മാ കൊണ്ട് പറഞ്ഞേക്കണ്ട. ഈ സർവീസ് വരണ കേസല്ലേ ആദ്യം പറഞ്ഞേക്കാം. ആദ്യം വീട്ടിലെ നിങ്ങൾ നമ്മൾ കൊണ്ട് വെറും മീറ്ററിൽ കണക്ഷൻ കൊടുത്തോണ്ട് പോയി അവർ കണക്ഷൻ കിട്ടുമോ? പറഞ്ഞേക്കണം. കത്തിയ വയറിന്റെ നിങ്ങൾ ആദ്യം പറഞ്ഞ വീട്ടിൽ പറഞ്ഞേക്കണം. 3 ഫേസ് കണക്ഷൻ കൊണ്ട് 3 ഫേസ് കണക്ഷൻ കൊടുത്തുകൊണ്ട് പോയാ ഇവർക്ക് വീട്ടിൽ കറണ്ട് കിട്ടുമോ? ഇവരൊക്കെ അതിന്റെ ഔട്ട് വരുന്ന ഭാഗമാണ് ഫീസ് ന്യൂട്രൽ ലിങ്ക് പറഞ്ഞേക്ക്. ആ ന്യൂട്രൽ ലിങ്ക് വഴിയാണ് ഇവർ വീട്ടിലേക്ക് പോണത്. ആ ഫീസ് വഴിയാണ് ഇവരെ വീട്ടിലേക്ക് ഡി ബി ബോക്സിലേക്ക് പോണത്. അത് മീറ്ററിൽ വന്നിട്ട് മീറ്ററിൽ നിന്ന് ഫീസിൽ വന്ന് പറഞ്ഞേക്കാം. മീറ്റർ വന്ന് മീറ്ററിൽ നിന്ന് ഫീസിൽ പോയി ഫീസിൽ DBയിലേക്ക് പോകും. അപ്പൊ ഈ ഫീസ് ക്ലിയർ ആക്കി വെക്കേണ്ട ഫീസ് നമ്മളല്ല കൊണ്ടുവരേണ്ട, അവർ ഫീസ് ചെയ്യണം. അതാണ് ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ ഫീസ് ന്യൂട്രൽ ലിങ്ക് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്ലൈ തരാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ചില വിചിത്രവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രജനി KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ അഭിപ്രായ പ്രകടനം നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ പോസ്റ്റിൽ നിന്നും സാധാരണഗതിയിൽ ഏതൊരു വീടിന്റെയും ഈ KCB ഔട്ടിലേക്കുള്ള, അതായത് നമ്മുടെ മീറ്ററിലേക്കുള്ളതിന്റെ ഉത്തരവാദിത്തം KCBക്കാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം ഇന്നിപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മാറ്റി പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ നമ്മൾ ഈ വാർത്തയൊക്കെയായി ഇത് വലിയ തരത്തിലുള്ള പ്രശ്നമായതിനു ശേഷം ഇപ്പോൾ ഇവർക്ക് ഈ കണക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 7ഓളം അംഗങ്ങളുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അവർക്ക് ഈ രാത്രി ആശ്വാസമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ധാർഷ്ട്യം KCB ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിൽ പ്രശ്നമുണ്ട്. മാത്രമല്ല ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഗ്രഹനാഥൻ രാജീവിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ KCB ഉന്നയിക്കുന്ന വിചിത്രവാദങ്ങളെ കുറിച്ച് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണങ്ങളെ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. രാജീവേട്ടാ, ഇതിനകത്ത് ഇപ്പൊ ചില വിചിത്രവാദങ്ങളാണ് ഇവർ പറയുന്നത്. ഏതാണ് KCB ഉദ്യോഗസ്ഥരോട് പറയുന്ന ചില വിചിത്രവാദം? നിങ്ങളെ മുമ്പ് ചെല്ലേ അവർ സർവീസ് വയർ മാറ്റിയത്, സർവീസ് വയറിന്റെ കംപ്ലൈന്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബോധ്യം വന്നല്ലേ? അതവർക്ക് ഇന്നലെ ചെയ്യാറുന്നല്ലേ? മദ്യപിച്ച് വന്ന 2 ഈ ലൈൻമാൻമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇവർ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു ദുരന്തം അനുഭവിച്ചത് ഞാനാണ്, ഞാനും എന്റെ കുടുംബവും, കുട്ടികളടക്കമുണ്ട്. പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ടല്ല, എന്തൊക്കെ വ്യത്യാസമുണ്ട് നാളെ അവരൊന്ന് ബാക്കി റെഡിയാക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അതാണ് KCB ഉദ്യോഗസ്ഥരുടെ ഇതുമായി ബന്ധപ്പെട്ട ലൈൻ. അതായത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ വീട് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഈ പൈസ കൊടുക്കുന്നതാണ്, കൃത്യമായി പൈസ അടയ്ക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വീട്, ആ വീട്ടിൽ ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്, അതായത് വൈദ്യുതി ബന്ധം വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് മുൻപും ആകാമായിരുന്നു. പക്ഷെ ചില അനാവശ്യ പിടിവാശികൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അവർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, അതായത് കാര്യമായ പൈസ കൊടുക്കുന്നതാണ്, വലിയ പൈസ കൊടുക്കുന്നതാണ് ഈ KCBയിൽ. കാരണം അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വൈദ്യുതി ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിഷമം തോന്നും. കാരണം ഒരു ദിവസം ഒന്ന് വൈകി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫീസ് കട്ട് ചെയ്യുന്ന KCBയാണ്. ആ KCB ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 48 മണിക്കൂർ ഒരു കുടുംബത്തെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിയത്. ഇപ്പോൾ ഈ വീട്ടിൽ കറണ്ടുണ്ട്, ഈ പ്രശ്നം പരിഹരിച്ചു. അതായത് വാർത്തയായതിനു ശേഷം വൈദ്യുതി മന്ത്രിയൊക്കെ ഇടപെട്ടതിന് ശേഷം ആ പ്രശ്നം പരിഹരിക്കാൻ KCB ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ആ KCB ജീവനക്കാർക്ക് ഇത് ഇന്നലെയും കഴിയുമായിരുന്നു, ഇന്ന് പകലും കഴിയുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി KCB ജീവനക്കാർ പെരുമാറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇക്കാര്യത്തിൽ. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്ഷൻ കാണാൻ സാധിക്കും. അതായത് AC ഉണ്ട്, വലിയ ഫാനുകളുണ്ട്, ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ കാണുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രത്തോളം കറണ്ട് ചാർജ് ഈടാക്കിയിട്ടും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്ത് നിന്നൊരു ശരിയായ രീതി. ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു താൽക്കാലിക സംവിധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. അക്കാണുന്ന സർവീസ് വയർ, അത് പുതിയൊരു സർവീസ് വയർ അവിടെ നിന്ന് എടുത്തതാണ്. ഈ കത്തിപ്പോയ സർവീസ് വയർ, അതായത് നമുക്ക് നമ്മൾ ഈ നോർമലി നമ്മളൊക്കെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും
ഈ KSB ഓഫീസിൽ പോയി പൈസ അടയ്ക്കുന്നവരുമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ, അതായത് ഇവിടെയുള്ള വയറായിരുന്നു കത്തിപ്പോയത്. ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട KSB ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന അദ്ദേഹം ഇന്ന് മാത്രം ഡ്യൂട്ടിക്ക് കയറിയ ആളാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്ക് കുറച്ച് ആളുകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു സർവീസ് വയർ, അത് ഇപ്പോൾ താൽക്കാലികമായി മാത്രം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വയറാണ്. ഇനിയിപ്പം മീറ്റർ കംപ്ലൈന്റ് ആയി, അതല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ ഇവർ എത്രത്തോളം ന്യായം പറഞ്ഞാലും ആ ന്യായമൊന്നും ഇതിനകത്ത് മുഖവിലയ്ക്ക് പോകില്ല. കാരണം KSB ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഈ ഫീഡർ വയർ, അതായത് ഈ പോസ്റ്റിൽ നിന്നുള്ള വയറാണ് മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് ചെറിയ പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ പിടിവാശികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലേതായാലും കറണ്ട് വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ 7ഓളം അംഗങ്ങളുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അവർക്ക് ഇന്നലെ അവർ കിടന്നത് കറണ്ടില്ലാതെയാണ്. ഇന്ന് അവർക്ക് കറണ്ടോടുകൂടി കിടക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ശരി ഷിബി, എന്നാലും വാർത്ത അതിനുശേഷമാണ് ഈ രീതിയിലുള്ള ചൂട് KSBക്ക് ഉണ്ടായത്. അപ്പോൾ അത് സ്ഥാപിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അനാവശ്യമായ പിടിവാശിയായിരുന്നു എന്ന കാര്യം വ്യക്തവുമാണ്. ഷഫീദ് റാവുത്തറാണ് സംഭവ സ്ഥലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.